ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് മോളുടെ അംഗൻവാടിയിൽ നിന്ന് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഒരു വൺ ഡേ ട്രിപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ജിൻജീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളൊരു ഉച്ചയ്ക്കാണ് ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് പോയിട്ട് തിരിച്ചൊരു 8 മണി 9 മണിയായപ്പോൾ നമ്മൾ വീട്ടിലെത്തുകയാണ് ഉണ്ടായത്. കാരണം നല്ല വെയിലൊക്കെ ആണല്ലോ, അത് കാരണം കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങാം എന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഉപരി അവരവിടെ വാട്ടർ സ്പ്രേ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അധികം ചൂട് നമുക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. നമ്മളവിടെ പോകുമ്പോൾ തന്നെ ആദ്യം തന്നെ ഒട്ടകത്തിനെയാണ് കാണുക. അപ്പോൾ നമുക്ക് ഒട്ടകത്തിന് ഫീഡ് ചെയ്യാൻ പറ്റും. പിള്ളേർക്ക് അതൊക്കെ നല്ലൊരു അനുഭവമായിരിക്കും. അതിനുശേഷം നമ്മളിങ്ങനെ നടന്നിങ്ങനെ അവിടുത്തെ ഓരോ കാര്യങ്ങളും കാണുക. അവിടെ വെറൈറ്റികളായിട്ടുള്ള പൂച്ചകൾ, പാമ്പിനെയൊക്കെ നമുക്ക് കഴുത്തിലിടാം കേട്ടോ. നമുക്ക് അവരെന്ത് വേണമെങ്കിലും ചെയ്തു തരും. നമുക്ക് കയ്യിലെടുക്കാം, കഴുത്തിലിടാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അവിടെ കുറേ കിളികൾ, പക്ഷികൾ, വെറൈറ്റി കളറുകളിലുള്ള പാമ്പുകൾ, സ്പൈഡർ, ഡിഫറെൻറ്റ് കളേഴ്സുള്ള ഓന്ത്, ഇഗ്വാന, പിന്നെ ഏതൊക്കെയോ പേരറിയാത്ത കുറേ ആനിമൽസും പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ വായിക്കാനുള്ള ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇത് ഇന്ന തരം വെറൈറ്റി ആണ്, അല്ലെങ്കിൽ ഇത് ഇന്ന ജീവിയാണ് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെയൊക്കെ കുറേ ഷോർട്സ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേരൊക്കെ അത് കണ്ടിട്ടുണ്ടാവാം. പിന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടത് അവിടുത്തെ തത്തമ്മകളെയാണ്. കുറേ വെറൈറ്റി തത്തകളുണ്ടായിരുന്നു. പേരുകളൊന്നും ഞാനിപ്പോൾ ഓർക്കണില്ല. നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മക്കളെയും കൊണ്ട് എന്തായാലും പോകണം. പിന്നെ എനിക്ക് അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു അനിമലാണ്. ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട്. കാണുമ്പോൾ ഒരു അട്രാക്ഷൻ, അങ്ങനെ കുറച്ച് നേരം നോക്കി നിൽക്കാൻ എനിക്ക് തോന്നി. പിന്നെ നമുക്ക് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പക്ഷികളുണ്ട്, തത്തമ്മകളുണ്ട്. അവർക്കൊക്കെ ഫീഡ് ചെയ്യാം. പക്ഷേ തത്തമ്മകൾക്കൊക്കെ തിന്ന് ഫുഡ് കഴിച്ച് മടുത്തു എന്ന് തോന്നുന്നു. ഒന്നും നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞാൻ മോളെടുത്ത് പൊക്കിയിട്ട് അങ്ങനെ തത്തമ്മയുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ തത്തമ്മ കഴിച്ചു കേട്ടോ. തത്തമ്മയ്ക്ക് കൊടുത്തത് നമ്മൾ ചോളം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം എല്ലാവർക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുതിരയുടെ അടുത്ത് വന്നു. കുതിരയ്ക്ക് പുല്ലാണെന്ന് തോന്നുന്നു കൊടുത്തത്. അപ്പോൾ ആദ്യം കുതിര വരണം കണ്ടപ്പോൾ മോളൊന്ന് ടെൻഷനായി, മോനും ഒരിത്തിരി ടെൻഷനായി. പിന്നെ അവർക്ക് ഇഷ്ടമായി. പിന്നെ അവർക്ക് ഇനിയും പുല്ല് വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കലായിരുന്നു. അപ്പോൾ ഞാൻ നിലത്തൊക്കെ കുറച്ച് വീണ് കിടക്കണ്ടായിരുന്നതൊക്കെ പറക്കി കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അവിടെ മീനുണ്ട്, നമുക്ക് ഫീഡ് ചെയ്യാം. നല്ലൊരു അനുഭവമാണ് കേട്ടോ ഇത്. എനിക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയത് ഇതാണ്. വലിയവർക്കും കുട്ടികൾക്കും എൻജോയ് ചെയ്യാം. അവിടെ വലിയൊരു പാർക്കുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പാർക്കാണ്. കുട്ടികൾക്ക് അത്യാവശ്യം വേണ്ട ഊഞ്ഞാൽ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെയൊക്കെ ഇരിക്കാം, ടൈം സ്പെൻഡ് ചെയ്യാം. കുട്ടികളവിടെ സേഫായിട്ട് കളിച്ചോളും. വലിയൊരു റഷൊന്നും നമ്മൾ പോയ സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ വലിയ ആടുകൾ, 4 കൊമ്പുള്ള ആട്, ഇതിനൊക്കെ കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം 4 കൊമ്പുള്ള ആടിനെ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. 2 കൊമ്പുള്ള ആടിനെ കണ്ടിട്ടുള്ളൂ. പിന്നെ നമ്മളങ്ങനെ നടന്ന് ആടുകൾക്ക് ഫീഡ് ചെയ്യാം കേട്ടോ. നമുക്ക് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും അവർ പറഞ്ഞു തരും. അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് അതിനെ തൊടാനും അതുപോലെ ഭക്ഷണം കൊടുക്കാനും നമുക്ക് പറ്റുന്നതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 4 കൊമ്പുള്ള ആട്, 4 കൊമ്പുള്ള ആടിനെ ഇപ്പം കാണാം. വെറൈറ്റി ആടാണ്. അതിനവർ കയറുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. മുകളിലേക്ക് 2 കൊമ്പ് ഇങ്ങനെ പോലെ വളഞ്ഞ് നിൽക്കുന്നുണ്ട്, താഴത്തും 2 കൊമ്പ് പോലെ വളഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുതിരപ്പുറത്ത് കയറാം. മക്കളൊക്കെ കയറി, ഞാൻ കയറിയില്ല. എനിക്ക് കയറാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. കാരണം കുതിര ഒരു ചെറിയ കുതിര, അതിനെ കണ്ടപ്പോൾ തന്നെ പാവം തോന്നി. പിന്നെ അവിടെ പിഗ് ഉണ്ടായിരുന്നു കേട്ടോ, പന്നി ഉണ്ടായിരുന്നു. പന്നി എന്ന് പറയുമ്പോൾ ഒരു ഫുൾ വൈറ്റിൽ ബ്ലാക്ക് ഡോട്ട്സ്, അങ്ങനെ ഒരു വെറൈറ്റി പന്നിയായിരുന്നു. നമ്മളിതും കണ്ടപ്പോൾ അത് എണീറ്റ് നിന്നവരെ ഒന്നും ചെയ്തില്ല. പക്ഷേ അവിടുത്തെ ഇവർ പരിപാലിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവിടുത്തെ സ്റ്റാഫ്, അവരെ കണ്ടപ്പോഴേക്കും പന്നി ഓടി വന്നു. അപ്പോൾ അവരൊക്കെ അത്രയും അറ്റാച്ച്ഡാണ് അവരുള്ള സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതെനിക്ക് അവിടുത്തെ ഒരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ നമ്മളവിടെ പോയപ്പോൾ ഓസ്ട്രിച്ചിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓസ്ട്രിച്ച് ഒരു 3-4 ഓസ്ട്രിച്ച് ഉണ്ടായിരുന്നു.
ചെറുതായിട്ട് എനിക്ക് തോന്നി. അത്ര വലിയ വലിപ്പം എൻ്റെ അറിവുകേടാണോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ പിള്ളേരിങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു. കുട്ടികൾക്ക് ഭയങ്കര എന്താ പറയുക, അവിടെ ഓടി നടന്ന് അവർ ഓരോന്നിനും കാണുമ്പോൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കലായിരുന്നു. പിന്നെ ഇത് ഏറ്റവും ചെറിയ കുതിരയാണ് കേട്ടോ. അതായത് ഇത്ര ഹൈറ്റേ വരുള്ളൂ ഇത്രയും കുതിര. അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ നമ്മൾ ഡോങ്കീനെ കണ്ടു. ഡോങ്കി നമ്മുടെ കഴുത, 2 കഴുതകളുണ്ടായിരുന്നു. പിന്നെ അരയന്നം, താറാവ്, അങ്ങനെ കുറേ വെറൈറ്റികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ വീഡിയോസൊന്നും ഞാൻ അപ്ലോഡ് ചെയ്യണില്ല, ബോറടിക്കും എല്ലാം കൂടെ ആകുമ്പോൾ. നിങ്ങൾ പോയി കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ കളർ കോഴീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കാരണം അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോൾക്ക് എല്ലാ പക്ഷികളെയും തത്തകളെയൊക്കെ ഇഷ്ടമാണ്, പക്ഷെ തൊടാൻ ഭയങ്കര പേടിയായിരുന്നു. അപ്പം നിർബന്ധിച്ച് തൊട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ തൊട്ടു. പക്ഷെ അവൾക്ക് പേടിയായിരുന്നു എല്ലാത്തിനെയും. എന്നാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതിൻ്റെയും കുറേ റീൽസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ എന്തോ ഒരു പേടി. കുഴപ്പമില്ല, കുറച്ചും കൂടെ വലുതാകുമ്പോൾ റെഡിയാവുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് കടലുണ്ട്. അപ്പം ഞങ്ങൾ കടൽ കാണാനും പോയിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം കടലിലൊക്കെ കളിച്ചു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ പിള്ളേരുടെ ഡാൻസായിരുന്നു ഹൈലൈറ്റ്. എൻ്റെ അമ്മോ, എന്തൊരു നല്ല ഡാൻസായിരുന്നു എന്ന് പറയും. നല്ല രസമല്ലേ ക്യൂട്ട് ബേബീസിൻ്റെ ഡാൻസ് കാണാൻ. കടലിൽ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അവിടെ നിന്ന് ഒരു 7 മണി 7:30 ആയിട്ട് ഞങ്ങൾ കടലിൽ നിന്ന് ഇറങ്ങി തന്നെ. അപ്പോൾ നല്ല സൂര്യാസ്തമയം ഒക്കെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഈ സ്ഥലം വരണത് ചാവക്കാടാണ്. ചാവക്കാട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യാനുള്ള കാണാനുള്ള കാഴ്ചകൾ അവിടെ ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ ഒരു കടലുണ്ട്, മറൈൻ വേൾഡ് എന്ന് പറഞ്ഞിട്ട് മീനുകളുടെ ഒരു അക്വേറിയം, അതിൻ്റെ ഉള്ളിൽ വലിയൊരു പാർക്ക്, കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലും ഈ പാമ്പും പക്ഷിമൃഗാദികളും അങ്ങനെയൊക്കെ ഉണ്ട്. ഫാം ഹൗസ് പോലെ ഉണ്ട്. പിന്നെ മീനുകളുടെ ഒരു വലിയൊരു ലോകമാണ് അവിടെ പോയി കഴിഞ്ഞാൽ. അക്വേറിയം എന്നൊന്നും പറഞ്ഞാൽ പോരാ, അത്രയും മനോഹരമായിട്ടാണ് അവരവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ടിക്കറ്റ് റേറ്റ് ഇത്തിരി കൂടുതലാണ്, 350 400 ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല, കാരണം ഞങ്ങൾ ഓൾറെഡി ലേറ്റായിട്ട് ഇവിടെ നിന്ന് ഉച്ചയ്ക്കാണല്ലോ ഇറങ്ങിയത്. അപ്പോൾ അത് കാരണം ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ലായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ ഫാമിലി ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 1 ഡേ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സ്ഥലം ബെറ്റർ ഓപ്ഷൻ ആയിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവിടെ ഒരു രാവിലെ ഒരു 10 മണിക്ക് നമ്മൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 സ്ഥലം അടുത്തടുത്താണ്. ആകെ 5 മിനിറ്റിൻ്റെ ഡിഫറൻസ് ഉള്ളൂ നമുക്ക് നടക്കാനായാലും ട്രാവൽ ചെയ്യാനായാലും. അപ്പോൾ എല്ലാ സ്ഥലവും നമുക്കൊന്ന് കാണാൻ പറ്റും. ആദ്യം നമ്മൾ മറൈൻ വേൾഡിൽ പോവുക, അല്ലെങ്കിൽ ഫാം ഹൗസിൽ പോവുക. ഫാം വില്ല എന്നാണ് കേട്ടോ പേര്. ഫാം വില്ലയിൽ പോവുക അല്ലെങ്കിൽ മറൈൻ വേൾഡിൽ പോവുക, ഇതിലേതെങ്കിലും ഒന്നിൽ പോവുക. അത് കഴിഞ്ഞ് ഈവനിങ് ആകുമ്പോൾ